ഈ സീസ് ഫയർ കൂടുതൽ കാലം നീണ്ടു നിൽക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്നായിരുന്നാലും ശരി US നിന്നായിരുന്നാലും ശരി വന്നുകൊണ്ടിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. അത് മാത്രമല്ല വൈറ്റ് ഹൗസിൽ നിന്നും ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ രണ്ടിന്റെയും വിഷ്വൽസ് ഞാൻ പ്ലേ ചെയ്തു തരാം. അതുപോലെ ഇസ്രായേലിലേക്ക് പോയി കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ വാക്കിൽ നിന്നും വ്യക്തമാവുന്നത് ഈ കാര്യങ്ങളാണ്. അതിന്റെ വീഡിയോ ഫുട്ടേജും ഞാൻ വെച്ചു തരാം. അതുപോലെ ലബനാനിൽ ഇന്നലെ മാത്രം ഉണ്ടായ അറ്റാക്കിൽ ഏകദേശം 183ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് വിശദമാക്കാം. ആദ്യം തന്നെ ലബനാനിലെ ഇന്നലെ മാത്രം ഉണ്ടായിട്ടുള്ള അറ്റാക്കിംഗ് ഒന്ന് കണ്ടു നോക്കാം. It's one crime after another. There are martyrs, God bless them. The state has to do something. It can't stay like this. It's a residential area. There's nothing here. Why does it need to be damaged like this? ده الحرب اللي انا بكرر هذه الحرب وقف على النار ونحن ندعو لوقف اطلاق النار ووقف كل عمليات الحربيه. اليوم بعد وقف اطلاق النار بالمنطقه لعله هالفرصه تكبر انه نحقق وقف اطلاق النار. اما अमरीकी वक्त पाकिस्तान आ रहा है और इस तरह ईरान का वक्त पाकिस्तान. കണ്ടല്ലോ, ഇതൊക്കെ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേലികൾ അടിച്ചു തകർത്തിട്ടുള്ള സ്ഥലങ്ങളാണ് പലതും. അതായത് ലബനൻ ഗവൺമെന്റ് പറയുന്നത് ഏതാണ്ട് 80 to 90% ഒക്കെ റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്. ഈ റെസിഡൻഷ്യൽ ഏരിയാസിന് നേരെയാണ് ഈ അറ്റാക്കിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് എന്നാണ് ലബനീസ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. അതുപോലെ അവിടുത്തെ റെസിഡൻസും പറയുന്നുണ്ട് ഇതേ കാര്യം. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഇവിടെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ എന്നൊരു കാര്യം. അതുപോലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള, അതായത് ലബനീസ് പ്രൈം മിനിസ്റ്റർ അവിടെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അതായത് ഈ ഒരു സീസ് ഫയർ, ഈ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, ഈ സീസ് ഫയറിലൂടെ ഇവിടെയും അറ്റാക്കിംഗ് സ്റ്റോപ്പ് ആകുമെന്ന് കരുതുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷവും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം ഇപ്പോൾ അറ്റാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഇവിടത്തേക്ക്, അതായത് ലബനനിലേക്കുള്ള അറ്റാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ, അതായത് ഈ ഒരു സീസ് ഫയറിന് ബ്രോക്കറായിട്ട് നിന്നിട്ടുള്ള പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും ഈ ഒരു കാര്യം ലബനനിലും ഇതുപോലെ, അതായത് ഈ സീസ് ഫയർ ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ലബനീസ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇസ്രായേലി സ്ട്രൈക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇനി ഇസ്രായേലി അറ്റാക്ക് ചെയ്യില്ല എന്ന്. പക്ഷേ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഏകദേശം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളതും അതുപോലെ ലബനീസ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതും 10 മിനിറ്റിന്റെ ഉള്ളിൽ ഏതാണ്ട് 100-ലധികം അറ്റാക്കിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് ഇവർ രണ്ടുപേരും വെരിഫൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സീസ് ഫയർ അധിക കാലം നീണ്ടു നിൽക്കുമോ, ഈ പറയുന്ന 2 ആഴ്ച വരെ ഈ സീസ് ഫയർ പോകുമോ, എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതിനും തെളിവുകളുണ്ട്. ആദ്യം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന വാക്കുകൾ കേൾക്കാം. הלילה נכנסה לתוקפה הפסקת אש זמנית בת שבועיים בין ארצות הברית לבין איראן בתיאום מלא עם ישראל. לא, הם לא הפתיעו אותנו ברגע האחרון. עכשיו אני מבקש להדגיש, זה איננו סיומה של המערכה. זו תחנה בדרך להשגת כל היעדים שלנו. The ceasefire with Iran will not include Hezbollah. היום הנחתנו על חיזבאללה את המכה הגדולה ביותר שהוא ספג מאז הביפרים. תקפנו 100 מטרות ב10 דקות, במקומות שחיזבאללה היה בטוח שהם חסינים. יש לנו עוד יעדים להשלים, ואנחנו נשיג אותם, או בהסכמה, או בחידוש הלחימה.
כי אנחנו ערוכים לחזור ללחימה בכל רגע שידרש. האצבע על ההדק. איראן נכנסת למשא ומתן הזה כשהיא מוכה, כשהיא חלשה מאי פעם. היא התחייבה לפתוח את מצרי הורמוז לאחר שהיא ויתרה על כל התנאים המקדימים שהיא הציבה. היא ויתרה על ביטול הסנקציות, קבלת פיצויים, סיום סופי של המלחמה וגם הפסקת אש. ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നോക്കാം. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സീസ് ഫയർ ഡീല് US-ഉം ഇറാനും തമ്മിലാണെങ്കിലും ഇസ്രായേലിന്റെ ഫുൾ കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സർപ്രൈസും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പയിൻ ഇവിടെ എൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ ഒരു സീസ് ഫയർ അഗ്രിമെന്റിൽ ഹിസ്ബുള്ളയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള അറ്റാക്കിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റാക്ക് ചെയ്തിട്ടുള്ളത് 100ഓളം ടാർഗറ്റിൽ 10 മിനിറ്റിനുള്ളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ഈ കാര്യം ലെബനനും കൺഫേം ചെയ്ത കാര്യമാണ്. ഇന്നലെ ഈ സംഭവം നടന്നിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട് വീഡിയോ ആണ് ഞാൻ ആദ്യം വെച്ച് തന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ഇവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയും വേണമെങ്കിൽ, അതായത് നമ്മൾ റെഡിയാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, ട്രിഗറിൽ നമ്മുടെ ഫിംഗർ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതൊന്നെങ്കിൽ അഗ്രിമെന്റിലൂടെ അല്ലെങ്കിൽ ഫൈറ്റിലൂടെ ആയാലും അവർക്ക് പ്രശ്നമില്ല എന്നാണ് നെതന്യാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇറാൻ അവരുടെ എല്ലാ കണ്ടീഷൻസും തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എന്നാണ്. അതായത് ഏറ്റവും വീക്കർ ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഇറാൻ വന്നിട്ട്, അതായത് ഈ ഒരു സീസ് ഫയർ വേണമെന്ന് അപേക്ഷിച്ച് കെഞ്ചി പറഞ്ഞതുപോലെയാണ് എടുത്തിട്ടുള്ളതെന്ന്. ആരാണ് ഇവിടെ കെഞ്ചിട്ടുള്ളതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതവിടെ ഇരിക്കട്ടെ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രീ കണ്ടീഷൻ ആയിട്ടുള്ള കോമ്പൻസേഷൻ, അതുപോലെ സാങ്ഷൻസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യണമെന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ്, അതുപോലെ നമുക്കറിയാം ഹിസ്ബുള്ളയും ലെബനനെയും ഈ ഒരു സീസ് ഫയറിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തള്ളിയിട്ടാണ് ഇറാൻ ഈ ഒരു സീസ് ഫയർ അഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് നെതന്യാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഇറാന്റെ മറുപടി അത് നമുക്ക് കാണാം. നമുക്കറിയാം ഈ 10 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ന്യൂസസിലൊക്കെ വന്നതാണ്. അതിൽ ഈ പറയുന്ന കോമ്പൻസേഷൻ ആയിരുന്നാലും ശരി, ലെബനൻ ഹിസ്ബുള്ള ആയിരുന്നാലും ശരി, അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലിഫ്റ്റ്, അതായത് സാങ്ഷൻസ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യവും ആ അഗ്രിമെന്റിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് US-ലേക്ക് പോവാം. US-ലെ വൈസ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി കേൾക്കാം. I think the Iranians thought that the ceasefire included Lebanon. A couple things. First of all, I actually think, and there's a lot of bad faith negotiation and a lot of bad faith, propaganda going on. I think this comes from a legitimate misunderstanding. I think the Iranians thought that the ceasefire included Lebanon, and it just didn't. We never made that promise. We never indicated that was going to be the case. What we said is that the ceasefire would be focused on Iran, and the ceasefire would be focused on America's allies. Both. കേട്ടല്ലോ, വൈസ് പ്രസിഡന്റ് ഓഫ് US പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലാതെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രോമിസും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതിൽ? ഈ ലെബനനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ, അതായത് സീസ് ഫയറിൽ ലെബനൻ ഇല്ല എന്നാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇറാന്റെ ഭാഗത്തുനിന്ന്. ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് ഇറാനും അമേരിക്ക ആലീസ് ഇവർ തമ്മിലുള്ള ഒരു ഡീലാണ് ഈ സീസ് ഫയർ എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇറാൻ പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇനി വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു പ്രസ് സെക്രട്ടറി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി കാണാം. I've seen a lot of inaccurate coverage today from the media about these negotiations and these plans already. So let me be clear and correct the record. The Iranians originally put forward a 10-point plan that was fundamentally unserious, unacceptable, and completely discarded. It was literally thrown in the garbage by President Trump and his negotiating team. The president's red lines, namely the end of Iranian enrichment in Iran, have not changed. And the idea that President Trump would ever accept an Iranian wish list as a deal is completely absurd. The president will only make a deal that serves in the best interests of the United States of America, and he as a negotiating team will focus on this effort over the next 2 weeks, so long as the Strait of Hormuz remains open with no limitations. കേട്ടല്ലോ, ഈ ഡീലിൽ 10 പോയിന്റ്സ് അല്ലെങ്കിൽ ഡീല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇറാൻ. എന്നാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിലിട്ടും
എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ട്രംപിന്റെ ഒരു റെഡ് ലൈൻ, അതായത് യുറാനിയം എൻറിച്ച്മെന്റ് നടത്താൻ പാടില്ല, അതിലൊരു ചേഞ്ചസും വരില്ല ഇറാനെതിരെ, ആ ഒരു കാര്യം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡീല് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് വൈറ്റ് ഹൗസ് എന്ന് വരുന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഏതെങ്കിലും വിഷ് ലിസ്റ്റ് സ്വീകരിക്കുമെന്ന് അംഗീകരിക്കുമെന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം, ഈ സീസ് ഫയർ മുന്നോട്ടേക്ക് കൂടുതൽ പോകില്ല. കാരണം ഇറാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ, അതായത് ഇസ്രായേലാവട്ടെ US ആവട്ടെ, എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിനെപ്പറ്റി UN ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യുഎന്റെ ചീഫ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന്റെ ലെബനനിലുള്ള അറ്റാക്കിങ് ചിലപ്പോൾ ഈ ഒരു സീസ് ഫയറിന് പ്രശ്നമാണ് എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു ലെബനനെതിരെയുള്ള അറ്റാക്കിങ് വന്നതിന് ശേഷം ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇനിയും നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലെബനനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാൻ അടിക്കാൻ തുടങ്ങും എന്നൊരു വിവരം ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഈ അഗ്രിമെന്റിലുള്ള 3 പോയിന്റ്സ് US ഓൾറെഡി ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതാ ഈ 3 പോയിന്റ് എന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിൽ ഒരു പോയിന്റ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയായിരിക്കും. അതായത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലെബനനെ സീസ് ഫയറിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ആ ഒരു സംസാരം വരുന്നത് അതായിരിക്കാം. അതായത് കാരണം ഓൾറെഡി ഇസ്രായേൽ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അടക്കം നല്ല അറ്റാക്കിങ് ലെബനന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഇറാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററിലായിരിക്കും. മൂന്നാമത്തേത് ഇറാൻ പറഞ്ഞാലേ മനസ്സിലായി. ഈ മൂന്നും ഇതൊരു അസംപ്ഷൻ ആണ്. ഈ 3 കാര്യങ്ങളും ഇറാൻ എന്താണ് ഈ 3 എണ്ണം, അതായത് 3 കാര്യങ്ങൾ US തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അത് വരും സമയങ്ങളിൽ പുറത്തു വിടുമായിരിക്കും. അതുപോലുള്ള മറ്റൊരു വാർത്തയാണ് ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഹെസ്ബുള്ള പറയുന്നത് വെച്ചാൽ ഇന്ന്, അതായത് വ്യാഴാഴ്ച ഇസ്രായേലിന് നേരെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്, കാരണം ഇങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ട് തിരിച്ചടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇറാൻ ബാക്ക്ഡ് മിലിറ്ററി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് അവരും ഒരു റോക്കറ്റ് ബാരേജ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നോർത്ത് ഇസ്രായേലിലേക്ക് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് എനിമി വയലേഷൻ ഓഫ് സീസ് ഫയർ അഗ്രിമെന്റ്, അതായത് സീസ് ഫയർ അഗ്രിമെന്റ് എനിമി വയലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പ്രതികാരം അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ആയിട്ടാണ് ഈ ഒരു കാര്യം, ഈ ഒരു റോക്കറ്റ് അയച്ചിട്ടുള്ള, റോക്കറ്റ് ബാരേജ് അയച്ചിട്ടുള്ള എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ പറഞ്ഞിട്ടുള്ളത് സീസ് ഫയർ ഷുഡ് അപ്ലൈ ടു ലെബനനും കൂടി ഈ ഒരു സീസ് ഫയർ അപ്ലൈ ചെയ്യണം എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അതേസമയം US-ഉം ഇസ്രായേലും ക്ലെയിം ചെയ്യുന്നത് that the deal does not apply to ലെബനന് ഈ ഒരു ഡീല് അപ്ലൈ ആവില്ല എന്നാണ് US-ഉം ഇസ്രായേലും പറയുന്നത് എന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഓഫ് US ഓൾറെഡി പറഞ്ഞിട്ടുള്ള വിഷ്വൽസ് ഞാൻ വെച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അറ്റ്ലീസ്റ്റ് 182 ആളുകൾ ഇന്നലത്തെ ഇസ്രായേലി സ്ട്രൈക്കിൽ ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 182 ഒരൊറ്റ ദിവസം കൊണ്ട്. അത് കറക്റ്റ് കണക്കല്ല, ഏകദേശമുള്ള കണക്കാണ്. അതുപോലെ ഏകദേശം 890 പേർക്ക് ഇസ്രായേലി സ്ട്രൈക്ക് മൂലം ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലെബനനിൽ നിന്നും വരുന്നുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമാവുന്നത് ഈ സീസ് ഫയർ കൂടുതൽ കാലം, അതായത് ഈ 2 ആഴ്ച പോയിട്ട് 2 ദിവസം പോകുമോ എന്ന് കണ്ടറിയേണ്ടി വരും.